മട്ടന്നൂർ എടയന്നൂരിൽ വാഹനാപകടത്തിൽ മരിച്ച അമ്മയ്ക്കും മക്കൾക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നെല്ലൂന്നി കുട്ടിക്കുന്നുമ്മൽ റോഡിൽ ലോട്ടസ് ഗാർഡനിൽ നിവേദ, മക്കളായ സാത്വിക്, ഋഗ്വേദ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ പൊതുദർശനത്തിനു ശേഷം തില്ലങ്കേരി ശാന്തിതീരത്ത് സംസ്കരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മട്ടന്നൂർ കണ്ണൂർ റോഡിൽ എടയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുണ്ടായ അപകടത്തിലാണ് അമ്മയും 2 മക്കളും മരിച്ചത്. ബുധനാഴ്ച രാവിലെ മട്ടന്നൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹങ്ങൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നുമായി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ഉച്ചയ്ക്ക് 1:30 നാട്ടിലെത്തിച്ചു. തുടർന്ന് നെല്ലൂന്നി ഗ്രാമദീപം വായനശാല പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് നിവേദയുടെ സഹോദരി ഗിരിജയുടെ വീട്ടിലും തുടർന്ന് സ്വന്തം വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം തില്ലങ്കേരി ശാന്തിതീരത്ത് സംസ്കരിച്ചു. അമ്മയെയും മക്കളെയും അവസാനമായി ഒരു നോക്കു കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. സാത്വിക്, ഋഗ്വേദ് എന്നിവർ പഠിക്കുന്ന മട്ടന്നൂർ ശങ്കര വിദ്യാപീഠം സ്കൂളിലെ അധ്യാപകർ അടക്കമുള്ളവർ വിങ്ങിപ്പൊട്ടി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, കെ ശൈലജ MLA, മുൻമന്ത്രി ഇ ജയരാജൻ, നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്, വത്സൻ തില്ലങ്കേരി, ചന്ദ്രൻ തില്ലങ്കേരി, CV ശശീന്ദ്രൻ, രാജീവൻ അളയാവൂർ, മുഹമ്മദ് ബ്ലാത്തൂർ, പി പുരുഷോത്തമൻ, ബിജു ഏളക്കുഴി, KP രമേശൻ, K വേലായുധൻ, സുരേഷ് മാവില തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. അമ്മയും മക്കളും സഞ്ചരിച്ച സ്കൂട്ടറിൽ ചാലോട് ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് വരുന്നതിനിടെ കൊട്ടിയൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റിയാട്ടൂരിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രോത്സവത്തിന് പോയ നിവേദയും കുട്ടികളും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അപകടമുണ്ടായത്. മട്ടന്നൂരിൽ നിന്ന് അധികം ദൂരമില്ലാത്ത നെല്ലൂന്നിയിൽ കുടുംബം പുതിയ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് 6 വർഷത്തോളമേ ആയുള്ളൂ. മരിച്ച നിവേദയുടെ ഭർത്താവ് രഘുനാഥ് വിദേശത്തായിരുന്നു. ഭാര്യയുടെയും മക്കളുടെയും മരണവിവരം അറിഞ്ഞതോടെ കുവൈത്തിലുള്ള രഘുനാഥ് ബുധനാഴ്ച പുലർച്ചെ നാട്ടിലെത്തി. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.